ഇന്നൊരു ക്ലീനിങ് ഡേ ആട്ടോ. നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചേ. നോമ്പൊക്കെ വരാൻ പോവുകയല്ലേ, അപ്പം എല്ലാം ഒന്ന് തൂത്തും കഴുകിയും പെറുക്കി എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നതായിരുന്നേ. അപ്പോഴത്തേക്ക് സാ എന്നെ പിടിച്ച് മാറ്റി ഇവിടെ നിർത്തിയിട്ട് സാ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ എപ്പോഴും മേൽനോട്ടം മാത്രം വഹിക്കുന്ന ആളാണ്. പ്രവർത്തികൾ ചെയ്യുന്നതും പണിയെടുക്കുന്നതൊക്കെ ഇവരൊക്കെ തന്നെയാട്ടോ. അങ്ങനെ സാ ഓരോന്നും തൂത്തും തുടച്ചും ആക്കി പെറുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കുപ്പിയും ഡെപ്പയും ചട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴുകി പെറുക്കി എടുത്ത് തൂത്തും തുടച്ച് ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സാ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു കാര്യത്തിനും വരില്ല കേട്ടോ. അതായത് ഒരു ചായ കുടിക്കാൻ വിളിക്കാൻ പോലും ഒന്നിനും വരില്ല. എല്ലാം കഴിഞ്ഞിട്ട് മതി മതി എന്ന് പറയും. പക്ഷെ നല്ല പോലെ മടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയുകയൊക്കെ ചെയ്യാം. കാരണം വെച്ചാൽ അത്രയും സ്ഥലം തൂക്കുകയും തുടയ്ക്കുകയും കഴുകുകയും അങ്ങനത്തെ ഓരോന്നും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സ്റ്റാൻഡിലൊക്കെ നിറയെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കഴുകി ഉണക്കി വെച്ചേക്കണ സംഭവമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ മടുത്തപ്പം മെല്ലെ ഞാൻ നോക്കിയപ്പോൾ മെല്ലെ അപ്പുറത്തേക്ക് വന്നേ ചായ തന്നേക്കാൻ പറഞ്ഞു കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തക്കടു മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് തടയിടിച്ചപ്പോൾ നമ്മുടെ തക്കടുക്കൂട്ടൻ അവളുടെ തല ഇങ്ങനെ തിരുമിയും തലോടിയൊക്കെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഈ തക്കടു മക്കൾക്ക് കുഞ്ഞ് അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ട്. അവരുടെ വിശേഷങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവരുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ജയ് ബോലോ ഭാരത് മാതാ കി ജയ്.